നമസ്കാരം. റിയൽ അനാലിസിസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് തിയറംസാണ്. തിയറംസിന് പാർട്ടുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പാർട്ട് നോക്കാം. നമുക്ക് ഒന്നാമത്തെ തിയറത്തിൻ്റെ ഓർഡർ ലിമിറ്റ് തിയറം എന്നാണ് ഇതിനെ തിയറത്തിനെ പറയുക. അതിന് 3 പാർട്ടുകളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ പാർട്ട് നമുക്ക് നോക്കാം. ഒരു സീക്വൻസ് നോൺ നെഗറ്റീവ് ടേംസ് മാത്രം ഉൾക്കൊള്ളുന്ന സീക്വൻസ് ആണെങ്കിൽ ആ സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റും നോൺ നെഗറ്റീവ് ആയിരിക്കും. അതാണ് നമ്മുടെ ആദ്യത്തെ പാർട്ട്. ഒരു സീക്വൻസിൻ്റെ ലിമിറ്റ് സീക്വൻസ് AN എന്നുള്ള ഒരു നോൺ നെഗറ്റീവ് ടേംസ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സീക്വൻസ്, ആ സീക്വൻസിൻ്റെ ലിമിറ്റ് A ആണെങ്കിൽ ആ Aയും പോസിറ്റീവാണ് എന്നാണ്, പോസിറ്റീവ് അല്ല നോൺ നെഗറ്റീവാണ് എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും നോക്കാം. അപ്പോൾ പ്രൂഫ് കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് നോൺ നെഗറ്റീവ് ആണെന്നാണ്. ലിമിറ്റ് A > 0 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ അതിന് ഒരു കോൺട്രഡിക്ഷന് വേണ്ടിയിട്ട് കോൺട്രഡിക്ഷൻ മെത്തേഡിൽ പ്രൂവ് ചെയ്യുക. അത് ശരിയല്ല എന്ന് അസ്യൂം ചെയ്തിട്ടാണ് തുടങ്ങുക. അതായത് A നോൺ നെഗറ്റീവ് അല്ല എന്ന് കാണിക്കാൻ നമ്മൾ നെഗറ്റീവാണ് എന്ന് അസ്യൂം ചെയ്ത് തുടങ്ങും. സോ സപ്പോസ് ഫോർ കോൺട്രഡിക്ഷൻ A < 0 പുട്ട് എപ്സിലോൺ = mod A. അപ്പോൾ നെഗറ്റീവ് നമ്പറാണ്. നെഗറ്റീവ് നമ്പറിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിക്കോളും. അപ്പോൾ എപ്സിലോൺ ഒരു പോസിറ്റീവ് റിയൽ നമ്പറായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓൾസോ ഗിവൺ ലിമിറ്റ് AN = A. സോ ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ n സച്ച് ദാറ്റ് mod AN - A < എപ്സിലോൺ. എപ്സിലോൺ എന്ന് പറയുന്നത് mod A ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ എപ്സിലോണിനെ മാറ്റിയിട്ട് mod A എന്ന് കൊടുക്കാം. ഫോർ ഓൾ n > N. ഇൻ പർട്ടിക്കുലർ ഈ n എന്നുള്ള ക്യാപിറ്റൽ Nന് ശേഷം വരുന്ന ടേം നമ്പേഴ്സുള്ള എല്ലാ സീക്വൻസിൻ്റെ ടേംസും Aയും തമ്മിലുള്ള അകലം mod Aയേക്കാൾ ചെറുതെന്നാണ് നമുക്ക് ഈ ഒരു ഇനീക്വാളിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ n തുടങ്ങി എല്ലാ ടേംസും Nന് ശേഷം വരുന്ന ടേം നമ്പേഴ്സുള്ള ടേംസാണ്. ഇൻ പർട്ടിക്കുലർ Nനും ഇത് ട്രൂ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ Nന് പകരം ക്യാപിറ്റൽ N സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഏത് ടേം മുതലാണോ ANഉം Aയും തമ്മിലുള്ള ഡിഫറൻസ് അബ്സല്യൂട്ട് വാല്യൂവിനേക്കാൾ താഴെ വരുന്നത് ആ ടേം നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഇനീക്വാളിറ്റി ഇതാണ്, mod AN - A < mod A. അപ്പോൾ ഇനി നമുക്ക് അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ -mod A < AN - A < mod A എന്ന് കിട്ടും. അതിൽ നമുക്ക് നമ്മളിതാ ഈ പാർട്ട് എടുക്കുക, AN - A < mod A. ആ പാർട്ട് എടുക്കുക. ആ പാർട്ട് എടുത്താൽ mod A എന്ന് പറഞ്ഞാൽ A നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ മോഡുലസ് ഇപ്പോൾ -5, മോഡുലസ് എത്ര? 5 അല്ലേ. അതായത് -5 ആണ്. അപ്പോൾ A നെഗറ്റീവ് ആയതുകൊണ്ട് mod Aയുടെ ആൻസർ -A ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് മാത്രം കൺസിഡർ ചെയ്തുള്ളൂ. AN - A < mod A. അതിൽ mod A -A കാരണം എന്തുവാ, A നെഗറ്റീവ് വാല്യൂസ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മോഡുലസ് എടുക്കുമ്പോൾ അത് -A ആവും. അപ്പോൾ ഇവിടെ -A കട്ട് ചെയ്ത് പോയിട്ട് AN < 0. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന സീക്വൻസ് എല്ലാം നോൺ നെഗറ്റീവ് ടേംസ് ഉൾക്കൊള്ളുന്ന ഒരു സീക്വൻസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു കോൺട്രഡിക്ഷൻ വരുന്ന രീതിയിലാണ് നമുക്കൊരു കൺക്ലൂഷൻ ഇപ്പോൾ കിട്ടിയത്. ഈ കൺക്ലൂഷൻ ഉണ്ടാവാൻ കാരണം mod Aക്ക് പകരം -A എന്ന് നമ്മൾ എഴുതിയത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടായത്. സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് നമ്മൾ അസ്യൂം ചെയ്തത് A < 0 എന്നാണ് അല്ലേ. അവിടെയാണ് നമുക്കുണ്ടായ മിസ്റ്റേക്ക്. അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു കോൺട്രഡിക്ഷൻ എത്തിച്ചേരാൻ സാധിച്ചത്. സോ അവർ കൺക്ലൂഷൻ ഈസ് ട്രൂ, ദാറ്റ് ഈസ് A is greater than or equal to 0. ഇതാണ് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഈ ഒരു പ്രൂഫിൽ ഈ ഒരു സ്റ്റെപ്പിൽ മാത്രമേ കൺഫ്യൂഷനുള്ളൂ. ഇത് എങ്ങനെ കിട്ടിയെന്ന് മാത്രം ഒന്ന് ഓർത്താൽ മതി. എങ്ങനെയാണ് നിങ്ങൾ AN - A < mod A എന്നുള്ള പാർട്ട് മാത്രം എടുത്തെഴുതുക. അതിൽ mod Aക്ക് വരെ -A. കാരണം എന്താ, A നെഗറ്റീവ് ആണെങ്കിൽ mod of
അബ്സലൂട്ട് വാല്യൂ ഓഫ് എ നെഗറ്റീവ് നമ്പർ പോസിറ്റീവ് അല്ലേ, അപ്പോൾ നെഗറ്റീവ് നമ്പറിനെ വീണ്ടും ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എഴുതുന്നത്. മോഡ് എയുടെ ഡെഫിനിഷൻ തന്നെ ഓർത്താൽ മതി. മോഡ് എ ഈക്വൽ ടു എ ഇഫ് എ ഇസ് പോസിറ്റീവ് ആൻഡ് മൈനസ് എ ഇഫ് എ ഇസ് നെഗറ്റീവ് എന്നാണ്. അപ്പോൾ അതിൽ മൈനസ് എ അവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്. അത് മാത്രമേ ഉള്ളൂ ഓർക്കാൻ. ബാക്കിയുള്ളതെല്ലാം സിമ്പിളാണ്, നമുക്ക് നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. സിമ്പിൾ പ്രൂഫുകൾ തന്നെയാണ് ഈ പാർട്ടുകൾ. ഇതിൻ്റെ പാർട്ടുകളെല്ലാം ഓർഡർ ലിമിറ്റ് തിയറത്തിൻ്റെ പാർട്ടുകളുടെ പ്രൂഫ് എല്ലാം തന്നെ സിമ്പിളാണ്. നോക്കാം നമുക്ക്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 2 സീക്വൻസുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്, എ എനും ബി എനും. രണ്ടും കൺവേർജൻ്റ് ആണ്, കൺവേർജസ് ടു എ ആൻഡ് ബി എന്നാണ്. അതിൽ ഒരു പ്രോപ്പർട്ടിയുടെ ഉള്ളത് എ എന്നും ബി എന്നും ഒന്ന് കമ്പയർ ചെയ്യുക. അപ്പോൾ അതായത് A1 ഉം B1 ഉം കമ്പയർ ചെയ്യുക. അപ്പോൾ A1 ചെറുത് B1 വലുത്. അതുപോലെ A2 B2 കമ്പയർ ചെയ്യുക. അപ്പോൾ A2 ചെറുത് B2 വലുത്. അങ്ങനെ എല്ലാ കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ കമ്പയർ ചെയ്താൽ ANലെ ടേംസുകൾ ചെറുതും BNൻ്റെ ടേംസുകൾ വലുതുമാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ ANൻ്റെ ലിമിറ്റ് തന്നെയായിരിക്കും ചെറുത്, BNൻ്റെ ലിമിറ്റ് വലുതായിരിക്കും. അതാണ് പാർട്ട് 2. അപ്പോൾ പാർട്ട് 2 നമുക്ക് നോക്കാം പ്രൂഫ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ലെമാസാണ് ആവശ്യം. അതിൽ ഒരെണ്ണം 2 കൺവേർജൻറ്റ് സീക്വൻസുകളുടെ സം എന്ന് പറയുന്നത് സം ഓഫ് ലിമിറ്റ്സ് എടുത്താൽ മതി എന്നുള്ള ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു തിയറവും, അതുപോലെ വേറൊരു ലെമ എന്ന് പറയുന്നത് ഈ പാർട്ടുമാണ്. ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ AN പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റും പോസിറ്റീവായിരിക്കും. ഈ 2 ലെമാസ് യൂസ് ചെയ്തിട്ടാണ് സെക്കൻഡ് പാർട്ടിൻ്റെ പ്രൂഫ് എഴുതുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മാർക്ക് അനുസരിച്ച് വേണം നിങ്ങൾ അത് എഴുതാൻ. എന്തുവാണ് ഇതിൻ്റെ പ്രൂഫ് ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇത് ലെമാസ് 2 എണ്ണം ഇതിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഒന്ന് ഇതാണ്, 2 ഫസ്റ്റ് പാർട്ട്. അപ്പോൾ നമുക്ക് ബാക്കി പ്രൂഫിലേക്ക് പോവാം. ഗിവൺ AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ഫോർ ഓൾ N അല്ലേ. BNകളുടെ ടേംസ് ആണ് വലുത്. അപ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചാൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതായത് BN മൈനസ് AN ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ N. ഓൾസോ ഗിവൺ ദാറ്റ് ലിമിറ്റ് AN ഈക്വൽ ടു A ആൻഡ് ലിമിറ്റ് BN ഈക്വൽ ടു B. അതുപോലെ തന്നെ ANൻ്റെ ലിമിറ്റ് A ആണെങ്കിൽ മൈനസ് ANൻ്റെ ലിമിറ്റ് മൈനസ് A ആയിരിക്കും. ഇത് അപ്പോൾ ലിമിറ്റ് BNൻ്റെ ആൻസർ Bയും ലിമിറ്റ് മൈനസ് ANൻ്റെ ആൻസർ മൈനസ് Aയും ഉള്ളത് കാരണം പാർട്ട് 1 അപ്ലൈ ചെയ്യുക. പാർട്ട് 1 അല്ല ലെമ 1, ഈ ലെമ അപ്ലൈ ചെയ്യുക. ലെമ എന്ന് പറയുന്നത് ഇവിടെ ANനും BNൻ്റെയും സം. അപ്പോൾ ഇവിടെ എടുക്കേണ്ട സം BNൻ്റെയും മൈനസ് ANൻ്റെയും കൂടെ സം എടുക്കുമ്പോൾ ഇവരുടെ ലിമിറ്റിൻ്റെ സമ്മായിട്ട് മാറും. അതായത് BN പ്ലസ് മൈനസ് AN ഈക്വൽ ടു B പ്ലസ് മൈനസ് A എന്നാവും. അതിനെയാണ് ഈ രീതിയിൽ എഴുതിയിട്ടുള്ളത്. BN മൈനസ് ANൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് B മൈനസ് A ആയിരിക്കും. അതുപോലെ പാർട്ട് 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് BN മൈനസ് AN എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ടേംസ് ഉൾക്കൊള്ളുന്ന സീക്വൻസ് എന്നാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ BN മൈനസ് AN നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ ലിമിറ്റായ B മൈനസ് Aയും നോൺ നെഗറ്റീവാണ്. അതിൽ നിന്ന് നമുക്ക് എന്താ എഴുതാം? B ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു A എന്ന് എഴുതാം. നമുക്കത് തന്നെയല്ലേ വേണ്ടിയിരുന്നത്. അങ്ങനെ അതിൻ്റെ പ്രൂഫായി. അടുത്ത തേർഡ് പാർട്ട് നോക്കുക. ഇഫ് ദർ എക്സിസ്റ്റ് എ C in real numbers for which C less than or equal to BN, എല്ലാ സീക്വൻസിലെ എല്ലാ ടേമിനേക്കാളും ചെറുതാണ് C എന്ന് പറയുന്ന വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിൻ്റെ ലിമിറ്റായ Bയേക്കാൾ താഴെ തന്നെയായിരിക്കും Cയും. ഇതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ്. അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ളൊരു സീക്വൻസിനേക്കാളും ഒരു വലിയ നമ്പറാണ്, സീക്വൻസിലെ ഓരോ ടേംസിനേക്കാളും വലിയ നമ്പറാണ് C എങ്കിൽ ലിമിറ്റ് കമ്പയർ ചെയ്യുമ്പോഴും C തന്നെയായിരിക്കും വലുത്. അപ്പോൾ ഈ 2 പാർട്ടും കൂടെ നമുക്ക് പ്രൂഫ് നോക്കാം. അപ്പോൾ തേർഡ് പാർട്ടിൻ്റെ പ്രൂഫ് ഇതാണ്. കൺസിഡർ ദ കോൺസ്റ്റൻറ്റ് സീക്വൻസ് CN ഈക്വൽ ടു C എക്സെട്ര. നമുക്കറിയാം കോൺസ്റ്റൻറ്റ് സീക്വൻസ് കൺവേർജസ് ടു C ആണ്. ഓൾസോ നമുക്ക് തന്നിട്ടുള്ളത് C ലെസ് ദാൻ ഓർ ഈക്വൽ ടു B എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ C ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN എന്നാണ് തന്നിരിക്കുന്നത്. അതിൽ ഈ C എന്ന് പറയുന്നത് CNലെ ഓരോ ടേംസും തന്നെയല്ലേ. ഒന്നാമത്തെ ടേം C, രണ്ടാമത്തെ ടേം C. അപ്പോൾ ഒന്നാമത്തെ ടേമും BN എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ഒന്നാമത്തെ ടേമും കമ്പയർ ചെയ്താലും ഈ ഒരു ഇനീക്വാളിറ്റി ഒബേ ആവും. അതായത് CN ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN എന്ന് നമുക്ക് മാറ്റി എഴുതാം അതിനെ. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. CN ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ഫോർ ഓൾ N.
സോ പാർട്ട് 1 നമുക്ക് പാർട്ട് 1ൽ നിന്ന് അവരുടെ ലിമിറ്റ് ഒരു സീക്വൻസിലെ രണ്ട് സീക്വൻസുകൾ തമ്മിൽ കമ്പയർ ചെയ്താൽ ടേംസ് എപ്പോഴും ഈ ഇനിക്വാളിറ്റി ഒബേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ലിമിറ്റും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇനിക്വാളിറ്റി ഒബേഡ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ an ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ മാറ്റി an ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് എഴുതാം. കാരണം സി എൻ എന്ന് പറയുന്ന സീക്വൻസിലെ ഓരോ ടേമും എന്താണ്, സി ആണ് ഫോർ ഓൾ n, വിച്ച് ഇംപ്ലൈസ് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ത് പാർട്ട് 1 തന്നെയാണ്, പാർട്ട് 2 പ്രകാരം. സോ ഹെൻസ് ദ പ്രൂഫ്. അടുത്തൊരു തിയറം കൂടെ. Consider a positive term sequence xn which converges to x. Prove that root xn converges to root x. ഒരു സീക്വൻസിൻ്റെ ഓരോ ടേംസിൻ്റെയും സ്ക്വയർ റൂട്ടുകൾ എടുത്ത് പുതിയ ഒരു സീക്വൻസ് ഉണ്ടാക്കുക. അത് ഈ സീക്വൻസ് ഏത് നമ്പറിലേക്കാണോ കൺവേർജ് ചെയ്യുന്നത് അതിൻ്റെ സ്ക്വയർ റൂട്ടിലേക്കായിരിക്കും ഈ പറയുന്ന സ്ക്വയർ റൂട്ട് സീക്വൻസും കൺവേർജ് ചെയ്യുക. അതാണ് അടുത്തത്. അപ്പോൾ പ്രൂഫ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റൂട്ട് എക്സ് എൻ കൺവേർജസ് ടു റൂട്ട് എക്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ഒരു ഇനിക്വാളിറ്റി പ്രൂവ് ചെയ്ത് കൊടുക്കണം. അതായത് ഒരു നിശ്ചിത ടേമിന് ശേഷം വരുന്ന എല്ലാ ടേംസുകളും ടേംസ് ഓഫ് റൂട്ട് എക്സനും റൂട്ട് എക്സും തമ്മിലുള്ള അകലം നമ്മൾ വിചാരിക്കുന്ന ഒരു നമ്പറിനേക്കാൾ താഴ്ത്തി കൊണ്ടുവരാൻ സാധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എടുക്കേണ്ടത് ആ ഇനിക്വാളിറ്റിയുടെ LHS ആണ്, റൂട്ട് എക്സ് എൻ മൈനസ് റൂട്ട് എക്സ്. അതിനെ മുകളിലും താഴെയും റൂട്ട് എക്സ് എൻ പ്ലസ് റൂട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മുകളിൽ a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി വന്നിട്ട് അത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് റൂട്ട് എക്സ് എന്നിൻ്റെ സ്ക്വയർ മൈനസ് റൂട്ട് എക്സിൻ്റെ സ്ക്വയർ, അതായത് റൂട്ട് എക്സ് എൻ മൈനസ് എക്സ് എന്നായി മാറും. താഴെയുള്ളതൊന്നും ആയില്ല, അത് അതുപോലെ വെച്ചു. അതിനെ ഇക്വാളിറ്റി നമ്പർ 1 എന്ന് വിളിച്ചു. ഇനി നമുക്ക് തന്നിട്ടുള്ള സീക്വൻസ് പോസിറ്റീവ് ടേം സീക്വൻസ് ആണ്. അപ്പോൾ റൂട്ട് എക്സ് എന്നിൻ്റെ വാല്യൂവും പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു റൂട്ട് എക്സ് എന്ന് പറയുന്ന നമ്പറിനോട് ഒരു പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ അത് റൂട്ട് എക്സിനേക്കാൾ വലുതായിരിക്കും അല്ലേ. അപ്പോൾ റൂട്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എക്സ് എൻ പ്ലസ് റൂട്ട് എക്സ് എന്നായി. ദെൻ ഈ ഒരു ഇനിക്വാളിറ്റിയുടെ റെസിപ്രോക്കൽസ് എടുക്കുക. നിങ്ങൾക്കറിയാം റെസിപ്രോക്കൽ എടുത്താൽ ഇനിക്വാളിറ്റി റിവേഴ്സ് ആവും. അപ്പോൾ ഇവിടെ 1/√x, ഇവിടെ 1/√xn പ്ലസ് റൂട്ട് എക്സ്. അങ്ങനെ റെസിപ്രോക്കൽസ് എടുത്താൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഇനിക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നായി മാറും. ഈ പറയുന്ന ഇനിക്വാളിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണത് ഈ 1/√xn പ്ലസ് റൂട്ട് എക്സിന് പകരമാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1/√xn പ്ലസ് റൂട്ട് എക്സിന് പകരം 1/√x കൊടുത്താൽ നമ്മുടെ ഇനിക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും. ഇതിനേക്കാളും വലുതാണിത്, അതല്ലേ. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെയും എഴുതിയത്. അപ്പോൾ ഇതിവിടെ കൊടുക്കുമ്പോൾ മോഡ് എക്സ് എൻ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് എന്നാവും. ദെൻ അതിനെ ഇനിക്വാളിറ്റി നമ്പർ 2 എന്ന് വിളിച്ചു. ഇനി നമുക്ക് സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്ന് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. സോ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ് എ നാച്ചുറൽ നമ്പർ n സച്ച് ദാറ്റ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ ഇത് എപ്സിലോൺ എന്ന് വരുന്ന വിധം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയണം. അപ്പോൾ ഇവിടെ ഒരു എപ്സിലോൺ കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു കൺവേർജൻസി വെച്ചിട്ട് നമ്മൾ എക്സ് എൻ മൈനസ് എക്സിൻ്റെ, അതായത് എക്സനും എക്സും തമ്മിലുള്ള അകലം എത്രത്തോളം കുറയ്ക്കണം എന്ന് അപ്പോൾ ഇവിടെ എപ്സിലോൺ കൊണ്ടുവരണമെങ്കിൽ നമ്മളിവിടെ എപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സ് എന്ന് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ റൂട്ട് എക്സ് ക്യാൻസൽ ചെയ്ത് എപ്സിലോൺ എന്നായി മാറും. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, ലെസ് ദാൻ ആണേ, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. മോഡ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സ് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. അപ്പോൾ ഈ ഇനിക്വാളിറ്റി ഒബേ ചെയ്യണമെങ്കിൽ ഈ ക്യാപിറ്റൽ എന്നിന് ശേഷം വരുന്ന ടേംസുകൾക്ക് മാത്രമായിരിക്കും. അപ്പോൾ ഈ ഇനിക്വാളിറ്റി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്നിനൊരു റെസ്ട്രിക്ഷൻ വരും. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്നായി മാറും. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് എക്സ് വെട്ടിപ്പോവുകയും എപ്സിലോൺ ആവുകയും ചെയ്യും. പക്ഷേ ഇനിക്വാളിറ്റി ഇത് ലെസ് ദാൻ ആയതുകൊണ്ട് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കീപ്പ് ആവില്ല, എപ്സിലോൺ തന്നെ അല്ല ലെസ് ദാൻ തന്നെ വരുള്ളൂ. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇനിക്വാളിറ്റി നമ്പർ 2 കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് റൂട്ട് എക്സ് എൻ മൈനസ് റൂട്ട് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. ഇതല്ലേ നമുക്ക് വേണ്ടത്. ഏതൊരു എപ്സിലോൺ എടുത്താലും ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാവും. റൂട്ട് എക്സ് എൻ മൈനസ് റൂട്ട് എക്സിൻ്റെ ആൻസർ ആ പറയുന്ന നമ്പറിനേക്കാൾ താഴ്ത്തി കൊണ്ടുവന്നാൽ മതി. ഈ n എങ്ങനെ കണ്ടുപിടിക്കും? ഈ n കണ്ടുപിടിക്കാൻ എക്സ് എന്നിൻ്റെ കൺവേർജൻസിയിൽ നിന്ന് നമുക്ക് സാധിക്കും. എക്സ് എന്നും എക്സും തമ്മിൽ ഏത് ടേം മുതലാണോ എപ്സിലോൺ റൂട്ട് എക്സിനേക്കാൾ താഴെയാകുന്നത് ആ ടേംസ് മുതലാണ് ഈ ഇനിക്വാളിറ്റി, അതായത് റൂട്ട് എക്സ് എന്നും റൂട്ട് എക്സും തമ്മിലുള്ള അകലം കുറഞ്ഞുകൊണ്ട് വരേണ്ടത്.
Hence root sequence root xn converges to root x. Hence the proof. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇനി എനിക്ക് തോന്നണം ക്ലാസ് ഇനി ഓണം കഴിഞ്ഞിട്ടായിരിക്കും. എനിക്ക് ഒരു ട്രാൻസ്ഫർ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ സാറ് ക്ലാസ് ചാർജ് എടുക്കുന്നത് വരെ ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. അത് കഴിയുമ്പോൾ സാറായിരിക്കും ബാക്കി എടുക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി ഓണം ടു യു. താങ്ക് യു.